മഹാഭാരതം പല പർവ്വങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ പർവ്വത്തിനും ഉപപർവ്വങ്ങളുണ്ട്. അതിൽ തന്നെ ആറാമത്തെ പ്രധാനമായിട്ടുള്ള പർവ്വമാണ് ഭീഷ്മപർവം. ഭീഷ്മപർവത്തിൻ്റെ ഒരു ഉപപർവമാണ് ഗീതാപർവം. ഇതിൽ 700 ശ്ലോകങ്ങളാണുള്ളത്. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് അർജുനന് തത്വോപദേശം ചെയ്യുന്നത് ധൃതരാഷ്ട്ര മന്ത്രിയായിട്ടുള്ള സഞ്ജയൻ അദ്ദേഹത്തിന് തന്നെ വിവരിച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രതിപാദന രീതി. ഇതിൻ്റെ ശ്ലോകം തുടങ്ങുന്നത് ധർമ്മക്ഷേത്രേ എന്ന് വെച്ചിട്ടാണ്. അപ്പം ധർമ്മമാണ് ഗീതയുടെ അടിസ്ഥാന തത്വം എന്ന് സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് ധർമ്മം എന്നുള്ള വാക്ക് കൊണ്ട് ഇത് തുടങ്ങുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവഃ മാമകാഹ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയൻ എന്നാണ് ആദ്യത്തെ ശ്ലോകം. ധർമ്മക്ഷേത്രേ, ധർമ്മത്തിൻ്റെ വിളനിലമായിട്ടുള്ള കുരുക്ഷേത്ര ഭൂമിയിൽ സംവരണന്റെ പുത്രനായ കുരുരാജാവിനാൽ ഭരിക്കപ്പെട്ട യമുനാ തീരത്തുള്ളൊരു പ്രദേശം. സമവേദ യുയുത്സവഃ. സമവേദ എന്ന് വെച്ചാൽ കൂട്ടമായി എത്തിച്ചേർന്നിട്ടുള്ള, സമവായം ഏതാഹ. യുയുത്സവഃ യോദ്ധുമിച്ഛവഃ, അതായത് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതൊക്കെയാണ്. മാമകാഹ എന്ന് വെച്ചാൽ എനിക്കുള്ളവരെന്ന് വെച്ചാൽ ധൃതരാഷ്ട്ര പറയുമ്പോൾ ദുര്യോധനാദികൾ. പാണ്ഡവന്മാരും കിമകുർവത സഞ്ജയ, എന്തു ചെയ്തു. അപ്പൊ സാധാരണയായിട്ട് യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ യുദ്ധമല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് വേണമെങ്കിൽ ഇങ്ങനെയും വ്യാഖ്യാനിക്കാം. അതായത് കുരുക്ഷേത്ര ഭൂമി ഒരു ധർമ്മഭൂമിയാണ്. അപ്പോൾ ഒരു പക്ഷേ അവിടെ എത്തിച്ചേർന്നത് കൊണ്ട് ധർമ്മബോധമുണ്ടായി യുദ്ധം വേണ്ടാന്ന് വെച്ചുവോ എന്ന് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. ഇതാണ് ഗീതയിലെ ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. Risa